പോക്സോ കേസ് പ്രതിയെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിച്ച സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിശദീകരണം തേടി. അടിയന്തരമായ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കാണ് നിർദ്ദേശം നൽകിയത്. തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിലാണ് ബ്ലോഗർ മുകേഷ് എം നായരെ മുഖ്യാതിഥിയായി പങ്കെടുപ്പിച്ചത്. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാൻ, ഒരു പോക്സോ കേസ് പ്രതിയെ ഈ വേദിയിലേക്ക് എത്തിച്ച് എന്ത് സന്ദേശമാണ് കുട്ടികൾക്ക് ഈ സ്കൂൾ അധികൃതർ നൽകിയിട്ടുള്ളത്? എന്താണ് സ്കൂൾ പറയുന്നത്? ആര്യ, ഇന്നലെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ചടങ്ങുകളായിരുന്നു തലസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട സ്കൂളുകളിലും നടന്നത്. അങ്ങനെയാണ് പടിഞ്ഞാറക്കോട്ടയിലുള്ള ഗവൺമെന്റ് ഫോർട്ട് ഹൈസ്കൂളിലും സമാനമായ തരത്തിൽ പ്രവേശനോത്സവം നടന്നത്. അവിടെ ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം ഉൾപ്പെടെ ഒരു സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അങ്ങനെ സന്നദ്ധ സംഘടനയാണ് ഈ മുഖ്യ അതിഥിയായി ബ്ലോഗർ മുകേഷ് എം നായരെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് എന്നാണ് സ്കൂളിന്റെ അധികൃതർ, ഹെഡ്മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ വിശദീകരിക്കുന്നത്. സ്കൂൾ കൗൺസിലറിനെ മാത്രമാണ്, സ്ഥലം കൗൺസിലറെ മാത്രമാണ് പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. പക്ഷേ ഈ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു സന്നദ്ധ സംഘടന അവർക്ക് ഒരു മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടി ഈ ബ്ലോഗറെ അവിടേക്ക് ക്ഷണിക്കുകയായിരുന്നു എന്നൊരു വിശദീകരണമാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. മാത്രവുമല്ല, ഈ മുകേഷ് എം നായരാണ് മുഖ്യാതിഥി എന്ന് സ്കൂളിലേക്ക് അദ്ദേഹം എത്തിയപ്പോൾ മാത്രമാണ് അറിഞ്ഞതെന്നും ഇങ്ങനെ ഒരു കേസ് മുകേഷിനെതിരെ നിലവിലുള്ള കാര്യം അറിയത്തില്ലായിരുന്നു എന്നൊക്കെയാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത് തെറ്റായ ഒരു സന്ദേശം നൽകുമെന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തരമായ നടപടി അന്വേഷണത്തിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഉത്തരവിട്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറോടാണ് വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോവളം പോലീസാണ് മുകേഷ് എം നായർക്കെതിരെ നേരത്തെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ വ്ലോഗ് ചെയ്യുന്ന ഒരു പരിപാടിയുടെ ഭാഗമായി ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ അർദ്ധനഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ഇഷ്ടമില്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കാൻ ഈ കുട്ടിയെ പ്രേരിപ്പിച്ചു, മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചുമത്തിക്കൊണ്ടായിരുന്നു മുകേഷ് എം നായർക്കെതിരെ ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചാണ് പിന്നീട് 2 ആഴ്ച മുമ്പ് മുകേഷ് എം നായർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചത്. അതിനിടയിലാണ് ഈ പരിപാടിയിൽ മുകേഷ് എം നായർ പങ്കെടുത്തത് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത്. തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളാണ് ബ്ലോഗർ മുകേഷ് എം നായർ, പോക്സോ കേസ് പ്രതി കൂടിയായ ബ്ലോഗറെ മുഖ്യാതിഥിയായി